ലാലേട്ടൻ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ തിയേറ്റർ മുഴുവൻ ഇളകി കൈയടിക്കുകയാണ്. ബർണി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് ഗിരീഷിനോട് പറഞ്ഞു ഒരു വരി എഴുതിയിട്ട് വരാൻ പറഞ്ഞു. ബർണി സ്റ്റുഡിയോയുടെ അപ്പുറത്തുള്ള ഗാർഡനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് സംശയത്തോടെ ചോദിച്ചു, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോവാ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. പ്രഭുദേവയുടെ കൊറിയോഗ്രഫി അതിഗംഭീരമാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഒരു കോമ്പോസിഷൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജാസി ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ ആദ്യം ഞാൻ ആ ശബ്ദമാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. ഫോർ ദി പീപ്പിൾ ചെയ്യുന്ന സമയത്ത് സാബു ചെറിയനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പുതിയൊരാളെ പരീക്ഷിക്കാം. അങ്ങനെ ജാസിക്ക് ഈ ഓഫർ കൊടുക്കുന്നു. പെരിങ്കളിയാട്ടം കളിയാട്ടം പോലെ പൂർണ്ണമായും ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് അല്ല, കുറച്ചൊരു ആക്ഷൻ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. കുറസോവ ചെയ്ത 7 സാമുറയുടെ 75ാം വാർഷികമാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. കമ്മഗിന്റെ ക്യാമറ മൂവ്മെന്റ്സ് കുറച്ചധികം ഷേക്ക് ചെയ്യിപ്പോയി. എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, കാരണം ഞാൻ ആ ക്യാമറമാനെ ട്രസ്റ്റ് ചെയ്യാണല്ലോ. നമ്മൾ പലപ്പോഴും റഷസ് ഒന്നും കാണില്ലല്ലോ. അപ്പോൾ അവിടെ അന്ന് കണ്ട ഒരു പെൺകുട്ടി എനിക്ക് ആപ്റ്റാണെന്ന് തോന്നി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതാണ് എൻ്റെ വൈഫ് എന്ന്. പിന്നീട് ഞങ്ങൾ പല പല കത്തുകൾ കൈമാറി അവസാനം ഞങ്ങൾ ഒരുമിച്ചു. അതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അങ്ങനെ സിനിമ പോലെ തന്നെയാണ് ഇപ്പോൾ ജീവിതം. കാരണം അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതും ഈ കൊമേഴ്ഷ്യലും ആർട്ട് മൂവി എടുക്കുന്നതും അതുപോലെ തന്നെയാണ് ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമല്ലാത്തത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആയിട്ടുണ്ട്. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ക്യാൻസും ഓസ്കറും എൻ്റെ ഡ്രീമാണ്. അത് എന്തായാലും അച്ചീവ് ചെയ്യുന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നിങ്ങൾ കത്തുകൾ എഴുതി പ്രണയിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രണയിച്ച 2 പേരാണ് ഡയറക്ടർ ജയരാജും സബിത ജയരാജും. അവരുടെ പ്രണയത്തിൻ്റെ തുടക്കം കത്തുകളിലൂടെയാണ്. ഈ കാലഘട്ടത്തിന് എത്രത്തോളം പരിചിതമാണെന്നറിയില്ല. ഒരു പ്രണയ സിനിമയായി ജയരാജ് വരുന്നു എന്ന പ്രത്യേകതയാണ് ഈ ഇൻ്റർവ്യൂ തുടങ്ങാനുള്ള കാരണം. നമസ്കാരം. നമസ്കാരം. ഒരു കത്തെഴുതിയാണ് ഈ ബന്ധത്തിൻ്റെ തുടക്കം എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? കത്തിലൂടെ അല്ല തുടക്കം. തുടക്കം ഒരു നോട്ടത്തിലൂടെയാണ്. അത് പിന്നീട് കത്തിലൂടെ ആയി. അന്ന് 90s തുടക്കത്തിലാണ് കത്തിലൂടെയാണ് തുടങ്ങിയത്. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കത്തല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെയാണ് ഈ കത്ത് എന്നുള്ളൊരു ഇത് തുടങ്ങിയത്. പിന്നീട് ഞങ്ങൾ പല പല കത്തുകൾ കൈമാറി അവസാനം ഞങ്ങൾ ഒരുമിച്ചു. അതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അങ്ങനെയാണ് സാർ. അതിന് വല്ലാത്തൊരു ലാളിത്യമുണ്ട്. എന്നാൽ നമ്മളുടെ കൈയക്ഷരമാണ്, നമ്മളുടെ മനസ്സിലെ തോട്ട്സാണ് പകർത്തുന്നത്. എത്രയൊക്കെ SMS-ഉം വാട്സപ്പും ഫേസ്ബുക്കും സ്നാപ്ചാറ്റും ഒക്കെ വന്നാലും അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ കത്തുകളുടെ. അത് വല്ലാത്ത ഒന്നല്ലേ? കത്തിന് ഒരു സ്വാഭാവികമായൊരു വളർച്ചയുണ്ട്. അതായത് നമ്മൾ ഒരു കത്തയച്ചു, ആ കത്ത് ഒരാൾക്ക് കിട്ടി, അവർക്ക് കിട്ടിക്കാണുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈമുണ്ട്. ഈ ടൈം എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് സെപ്പറേഷൻ തന്നെയാണ്. നമ്മൾ ശാന്തമീ രാത്രിയിൽ പറയുന്നത് അത് തന്നെയാണ്. ഒരു പഴയകാല പ്രണയവും പുതിയ കാലത്തുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ അതിനെന്താ ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അന്ന് 70കളിലൊക്കെ ഇതൊരു കത്തുകളിലൂടെ മാത്രമേ ഉള്ളൂ. മരത്തിൻ്റെ പൊത്തിലൊരു കത്തെഴുതി വെക്കുക, അല്ലെങ്കിൽ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ട് അവരൊന്ന് എടുക്കുക, അല്ലെങ്കിൽ കടലമുട്ടായിൽ കത്ത് പൊതിഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ട്രെയിലറുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളൂ. അപ്പം എൻ്റെ ഓർമ്മയിൽ ഒരു സ്പേസ്, ഇത് കത്തയച്ചു, അവിടെ കിട്ടി, തിരിച്ച് മറുപടി വരുന്നൊരു സ്പേസ്, ഈ ഇഷ്ടപ്പെടുന്ന 2 പേര് തമ്മിലുള്ള ഒരു വേറെ ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മിസ്സിങ് പോർഷനാണ്. ഇത് എലമെൻ്റ് ഓഫ് മിസ്സിങ് തന്നെയാണ്. ഈ വിപ്രലംബം എന്ന് പറയുന്ന ആ വികാരം തന്നെയാണ് ഈ സെപ്പറേഷനിലുള്ളത്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ ഈസി ആയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതാവുന്നുണ്ട് എപ്പോഴും. ആ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ കാളിദാസൻ്റെ മേഘസന്ദേശവും ശാകുന്തളത്തിലൊക്കെ പറയുന്നത് ഒരു സ്പേസാണ് അല്ലേ. എപ്പോഴോ ഇഷ്ടപ്പെട്ട ആൾ കാണാൻ കഴിയുന്നില്ല, ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം ഞാൻ അയച്ച കത്തുകളിലും ഈ കത്ത് അയച്ചിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാലത്ത് അനുഭവിച്ചറിയുക തന്നെ വേണം. സാർ, ഈ തോട്ട്സ് എപ്പോഴും ഫ്രഷാണ് സാറിൻ്റെ ന്യൂ ആണ്. ഇപ്പോൾ പുറത്തൊക്കെ അതിന് വേണ്ടി ആളുകൾ അവരെ സെപ്പറേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ തന്നെ പൻരാഗ് കശ്യപ് അല്ലെങ്കിൽ ഇംതിയാസ് അലി,
അവരുടെയൊക്കെ തോട്ട്സ് വളരെ വളരെ പുതിയതാണ്. അവരിപ്പം ലവ് ആജ്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഈ ഒരു തോട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻസ് നമുക്കറിയാം. അവിടെയും ഇപ്പോൾ ശാന്തമീരാത്രിയിൽ പോലും 2 ബ്രിഡ്ജുകളെ കൊണ്ടുവരികയാണ്. ഒന്ന് ലണ്ടനിലുള്ള ബ്രിഡ്ജും ഒന്ന് നമ്മുടെ നാട്ടുപുറത്തുള്ള ബ്രിഡ്ജും. ആ തോട്ട് വളരെ ഫ്രഷാണ്. ഇപ്പോൾ സാറിൻ്റെ കണ്ടംപററീസിലുള്ള ആരും തന്നെ പക്ഷേ ഇത്രയും ഫ്രഷായ തോട്ടുമായി വരുന്നില്ല. അവർ വിജയ സിനിമകളുമായി വരുന്നുണ്ടായിരിക്കും. ഈ തോട്ട് ഫ്രഷ് ആയിരിക്കാൻ ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് സാറിൻ്റെ അത് പലപ്പോഴും വന്ന് ഭവിക്കലാണ്, വന്ന് ചേരലാണ്. ഇപ്പോൾ ഞാൻ മോനെ UK ചേർക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ ഈ സ്റ്റഡി അബ്രോഡ് എന്നുള്ള രീതിയിൽ സ്വപ്നമായിട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവരെല്ലാം പോയിട്ട് നമ്മൾ ഓർക്കും സ്വപ്നതുല്യമായ ജീവിതമാണ്, പക്ഷെ അവിടെ ശരിക്കും സ്ട്രഗിളിംഗ് ആണ് കുട്ടികൾ. ശരിക്കും അവർ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നു, വീട്ടുകാരെ അറിയിക്കുന്നില്ല. ഒരു മുറിയിൽ 10-15 പേര് താമസിക്കുന്നു, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നു, തണുപ്പും മഴയുള്ള ക്ലൈമറ്റ്, പുറത്ത് ജോലി കിട്ടുന്നില്ല, തിരിച്ചു വരാൻ പറ്റുന്നില്ല, വന്നാലും വലിയ ബാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്ന കുട്ടികൾ. പക്ഷെ അവർക്കിടയിൽ സൗഹൃദവും അവർക്കിടയിലുള്ള ഈ പറഞ്ഞ പോലെ പ്രണയവും, അല്ലെങ്കിൽ അവരിവിടുന്ന് സ്വപ്നം കണ്ടു പോയത് വേറൊരു എന്താണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ്. അവിടുത്തെ പോയ ഡ്രീമി ലൈഫാണെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും. മിക്കവാറും കെയർ ഹോമിൽ പോകണം. അപ്പോൾ കെയർ ഹോമിൽ കണ്ടുമുട്ടുന്ന ഏതോ ഒരു മലയാളി, അവരുടെ പ്രണയകഥ ഇവർ അറിയുന്നു. അത് 70കളിലുള്ള മൂന്നാറിലെ തൂക്കുപാലത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പ്രണയകഥയാണ്. ഭയങ്കര ഇൻറ്റൻസ് ലവ് സ്റ്റോറിയാണ്. ഇവിടെ ഇവരുടെ സ്ട്രഗിളും അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഫ്രണ്ട്ഷിപ്പും അതിന് സാക്ഷിയായിട്ടുള്ളത് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ 2 ബ്രിഡ്ജുകൾ അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നത്. ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ പഴയ കാലത്തെയും പുതിയ കാലത്തെ പ്രണയത്തിൻ്റെ അന്തരീക്ഷത്തെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുലനം ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും. ഇത് ഇവരും നമ്മളുടെ പുതിയ തലമുറ തെറ്റാണെന്ന് പറയുന്നില്ല. അവർ വളരെ കൂടുതൽ വളരെ ഓപ്പണാണ്. അവർ അവർ ട്രൂത്ത്ഫുൾ ആണ് ഭയങ്കര. അപ്പോൾ അവരതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പിരിയാന്ന് പറയുന്നവരാണ് ഓപ്പണായിട്ട്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സഹിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലുള്ളവരായിരിക്കും. പക്ഷേ ഈ കുട്ടികൾ ഇവരുടെ ലൈഫിൽ എങ്ങനെയാണ് കണക്റ്റിംഗ് ഫാക്ടർ ആകുന്നത്, അതാണ് എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അതുപോലെ ശാന്തമീരാത്രി എന്നുള്ള പേരും ആ രാത്രിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു സിനിമയിലെ പാട്ടിൻ്റെ ഒരു വരി എന്നുള്ള രീതിയിലല്ല അത്. ഏറ്റവും സെറീനായിട്ടുള്ളൊരു രാത്രി എന്ന് പറയുന്നത് ക്രിസ്മസ് രാത്രിയാണ്. കാരണം തിരുപ്പിറവയ്ക്ക് മുൻപുള്ള ശാന്തസുന്ദരമായ ഒരു പ്രതീക്ഷയുടെ രാത്രിയാണ്. ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു തൂക്കുപാലത്തിൽ ഒളിച്ചോടി പോകാൻ ആഗ്രഹിക്കുന്ന 2 പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളവർ. അപ്പോൾ അത് ആ രാത്രിയിൽ അവർക്കുണ്ടായൊരു മിസ്, അതെങ്ങനെ ജീവിതത്തിൽ പിന്നീട് അതെങ്ങനെ ഒന്ന് ഭവിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ടോട്ടൽ തോട്ട്. അപ്പോൾ ഇതിന് പൂർണ്ണമായൊരു ലവ് സ്റ്റോറി 2 കാലഘട്ടം ചേർന്ന് വരുമ്പോഴാണ്, അല്ല ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. അതാണ് എൻ്റെ ഫീല്. ഇപ്പോഴും സാറിൻ്റെ പടത്തിലെ കോസ്റ്റ്യൂംസ് നോക്കിയിട്ട് ആ ട്രെൻഡായ സമയങ്ങളുണ്ട്. ഫോർ ദ പീപ്പിൾ, ജോണി വാക്കർ, എത്ര എക്സാമ്പിൾസ്. ഇതിനെവിടുന്ന റെഫറൻസ് എടുക്കുന്നത്, ഇതിനെവിടുന്ന മെറ്റീരിയൽ എടുക്കുന്നതെന്ന് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. അത് ബേസിക്കലി നമ്മൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറി എന്താണ് നീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട്. മെറ്റീരിയൽസ് നമ്മൾ എവിടുന്നാണ്, ഇപ്പോൾ സാറിൻ്റെ തന്നെ ബീബൽസ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അത് ചെയ്തപ്പോഴാണ് ശരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടിയത്. കാരണം അതൊരു ആദിവാസി ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തൊരു പടമാണ്. അപ്പം അതിനകത്ത് പഴയ ഓർണമെൻറ്റ്സും പഴയ കൈൻഡ് ഓഫ് ഡ്രസ്സസും അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ വേണം. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഇച്ചിരി മോഡേൺ ആയി. അപ്പോഴത്തേക്കും അവിടുത്തെ ലേഡീസൊക്കെ നൈറ്റിയും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അന്ന് അവിടെ ഒരു 80-90 ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ലേഡീസ് ഉണ്ട്. അപ്പം അവർ യൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സ് പോലും കുറച്ച് മോഡേൺ ആയിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ചൊക്കെ അവരുടെ ഒരു ആഭരണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യിച്ചതൊക്കെ. അപ്പം പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് റിസർച്ച് ചെയ്യാൻ എളുപ്പമാണ്, പിന്നെ മെറ്റീരിയൽസ് കിട്ടാൻ എല്ലാം എളുപ്പമാണ്. മറ്റേത് നമ്മൾ ഇൻസേർച്ച് പോയിക്കൊണ്ടേയിരിക്കണം, എന്നാലേ ഉള്ളൂ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ടാലന്റിനെ പിക്ക് ചെയ്യുന്നതും ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ആരും പ്രതീക്ഷിച്ചില്ല ഫുട്ബോളറായിട്ടുള്ള IM വിജയൻ വന്ന് പെർഫോം ചെയ്യും. അല്ലെങ്കിൽ ഒറ്റാലില് ഏതോ ഒരു റാൻഡം ആയിട്ടുള്ളൊരു വയസ്സായിട്ടുള്ള ഒരാൾ അയാൾ നിന്നങ്ങ് അഭിനയിക്കുകയാണ്. ഇപ്പം ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂടുതലാണ്. ഗോകുൽദാസ് ആണ് ആദ്യ സിനിമയിൽ തന്നെ കഴിവ് തെളിയിച്ച ആളാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഗോകുൽദാസിൻ്റെ ഒരു എളുപ്പവും ഗോകുൽദാസിൻ്റെ ഒരു സുഖവും എന്തായിരുന്നു ഗോകുൽദാസിനോട് വർക്ക് ചെയ്യുന്നത്? ഗോകുൽ അവനൊരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട്. ഗോകുൽ
അവന് നോർമൽ ലൈഫിൽ തന്നെ അവനൊരു എല്ലാം പുതിയതായിട്ട് കാണുന്ന ഒരു അതിശയം അവൻ്റെ മനത്ത് എപ്പോഴും കാണാം. ഒന്നും അറിയില്ല, എനിക്ക് അറിയണം എന്നുള്ളത്. അത് ഞാൻ അതിലും കണ്ടു. ആ സിനിമ കണ്ടപ്പോഴും എനിക്കത് തോന്നി. അവൻ്റെ ഒരു പെയിൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇതിലും അത് തന്നെയാണ് തോന്നി. അവൻ ഈ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തപ്പം ഭയങ്കര റൊമാൻറ്റിക്. കാരണം ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ പ്രണയിക്കുന്ന പൂർണ്ണ മനസ്സോടെ അവന് ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ എല്ലാ ജസ്റ്റേഴ്സ് അവനുണ്ട്. അപ്പോൾ ഇതിൽ പാട്ടെടുക്കുമ്പോൾ ശാന്തമി രാത്രിയിൽ ജാസിയുടെ കുറച്ച് നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് മാർഗഴിയും തുടങ്ങുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അകത്ത് ഇവൻ്റെ മൊമെൻറ്റ്സൊക്കെ മിക്കവാറും എനിക്ക് പലപ്പോഴും പ്രേം നസീറിനെ ഓർമ്മ വന്നു ആ കാലഘട്ടത്തിൽ. കാരണം അവനറിയില്ല ആ കാലഘട്ടത്തിലെ പ്രണയം എന്താണെന്നുള്ളത്. പക്ഷേ ഒരുപക്ഷെ പാട്ടുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും അവൻ ഇമിറ്റേറ്റ് ചെയ്യല്ല. പക്ഷെ അവനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഭയങ്കര രസകരമായ ജസ്റ്റേഴ്സാണ്. ഒരു റൊമാൻറ്റിക് ഫീല് കിട്ടുന്നുണ്ട്. അത് ഭാഗ്യവശാൽ വന്ന് ഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു എന്തോ എങ്ങനെയോ നമ്മളത് ഇവനായിരിക്കും കറക്റ്റ് എന്നുള്ളൊരു തോന്നൽ ശരിയായി വരും. എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡയറക്ടറാണ്, സ്റ്റിൽ അവിടെ നിന്ന് സാറ് റിസ്ക് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. റൈറ്റ് ഫ്രം കളിയാട്ടം അവിടെ റിസ്ക് എടുക്കലുണ്ട്, ഫോർ ദ പീപ്പിളിൽ റിസ്ക് എടുക്കലുണ്ട്. ഈവൻ ജോണി വാക്കർ എടുത്താൽ പോലും അത് വളരെ അൺകൺവെൻഷണൽ ആയ ഒരു സിനിമ. എന്നും നമുക്കൊരു വൈബ് പടം എന്നൊക്കെ പറയുന്നത് അതാണ്. ഒരാളൊറ്റയ്ക്ക് അങ്ങ് ചില്ല് ചെയ്ത് ജീവിക്കുകയാണ്, വണ്ടി ഓടിച്ച് ജോണി വാക്കർ അടിച്ച് അങ്ങനെ. അപ്പോൾ ഈ റിസ്ക് എടുക്കലുണ്ടല്ലോ കൺവെൻഷൻ, ഇത് എപ്പോഴും വിജയമായിട്ട് ഭവിച്ചോളണമെന്നില്ല, ഇതെപ്പോഴും വലിയ സാമ്പത്തിക ലാഭം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ഈ അപ്സും ഡൗൺസും കൂടെ നിന്ന് കാണുക, അതിനെങ്ങനെയാ എടുത്തിരുന്നത്? അതൊരു സിനിമ പോലെ തന്നെയാണ് ഇപ്പോൾ ജീവിതം. കാരണം എന്താ എപ്പോഴാ സംഭവിക്കുന്നത്? അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതും ഈ കൊമേഴ്ഷ്യലും ആർട്ട് മൂവി എടുക്കുന്നതും അതുപോലെ തന്നെയാണ് ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വലിയ ഹൈഫൈ ആയിട്ട് ജീവിക്കും, ചിലപ്പോൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കും. അപ്പോൾ അത് തുടക്കകാലങ്ങളിലൊക്കെ ഒരു പ്രശ്നമായിരുന്നു. വെച്ചാൽ എങ്ങനെയാണ് സിനിമാ ജീവിതം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ യൂസ്ഡാണ്. കാരണം സിനിമ പോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഭയങ്കര ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു സ്ലോ പേസിലായിരിക്കും. പക്ഷേ ഈ സ്ലോ പേസ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ വരുമ്പോഴും അതിൽ നിന്നൊരു കംബാക്ക് ഉണ്ട്. എപ്പോഴും നമ്മൾ വീണ് കിടക്കാൻ ഉള്ളവരല്ല, നമ്മളെപ്പോഴെങ്കിലും അതിൽ നിന്ന് ഉയർത്തെണീക്കും. അപ്പോൾ ഒരു സിനിമ ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഫ്ലോപ്പ് വന്നാൽ അതിൽ നിന്നൊരു കംബാക്ക് ഉണ്ടാവും എന്തായാലും. അല്ലെങ്കിൽ എപ്പോഴും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കാൻ ഒരാൾക്ക് പറ്റിയെന്നും. അപ്പോൾ അതേ ഒരു ലൈഫ് സ്റ്റൈലാണ്, മീൻസ് ജീവിതത്തിൽ അതേ ഒരു പോളിസിയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജയരാജ് ഫിലിമോഗ്രഫി രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് അക്കാഡമിക്കായിട്ട് നമുക്ക് നവരസ സീരീസ് ഉണ്ട്, ഒറ്റാളുണ്ട്, അങ്ങനെ ഒരുപാട് പകരനാട്ടം ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട്. അപ്പുറത്ത് ഫോർ ദ പീപ്പിളുണ്ട്, തിളക്കമുണ്ട്, ജോണി വാക്കറുണ്ട്, തകർപ്പൻ സിനിമകൾ അപ്പുറത്തുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടം കൊമേഴ്ഷ്യലായ ജയരാജിനെ കാണാനാണ്. സാറ് നമ്മളോടൊക്കെ കാണിക്കുന്ന വലിയ ചതിയാണ് അപ്പുറത്തെ സൈഡിലെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും. മാമിന് പേഴ്സണലി ഇതിലേത് ജയരാജിനെ ഇഷ്ടം? സത്യം പറഞ്ഞാൽ രണ്ടും ഇഷ്ടമാണ്. കാരണം നമ്മളൊരു പബ്ലിക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്യുന്നത്. അതായത് സാറിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്, പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു വൻ ജനാവലിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്യുന്നത്. പക്ഷേ മറ്റേത്, അതായത് ആർട്ട് മൂവീസ് എന്ന് പറയുന്നത് ജയരാജിൻ്റെ തന്നെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് മൂവീസാണ്. അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള മൂവീസ് മേക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ്. നമുക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഒരു ആത്മമായിട്ടുള്ളൊരു സന്തോഷം വേണം. മറ്റേത് നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫിലിം മേക്കർ കൂടുതൽ ഒരു പബ്ലിസൈസ് ആവുന്നത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനിങ് കൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് പടങ്ങൾ ഹിറ്റാവുന്നു, ആ ഹിറ്റ് എന്നുള്ളത് നിലനിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പടം തന്നെ എക്സാമ്പിളാണ്. എത്രയോ വർഷം മുമ്പ് ചെയ്ത പടമാണ്, പക്ഷെ ഇപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്ന പിള്ളേർ പോലും അറിയുന്ന ഒരു പടമാണ്. അതിനപ്പുറം ന്യൂജൻ പോയതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് കാലമായിട്ട് ഓരോരോ പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് 2004 സിനിമ, അതിനുശേഷം ഈ ന്യൂജൻ വേവ് ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത് 2014 പ്രോപ്പർ. ആ 10 വർഷം അത് വേക്കൻറ്റാ, ആ സ്പേസ് വേക്കൻറ്റാ. ഞാൻ അതാ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളൊരു
ഇപ്പം എനിക്കൊന്ന് മില്ലേനിയം സ്റ്റാർസ് അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് CD അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്കില്ല. അതും കഴിഞ്ഞ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഈ CD എന്നുള്ളൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കുറച്ച് മുൻകൂറായി കാണുന്നുണ്ടോ എന്നൊരു സംശയം. അതെ അതെ, ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആവുന്നുണ്ട്. കാരണം ആ സമയത്ത് ആ പടങ്ങൾ അത്ര ഹിറ്റ് ആവുന്നില്ല. പക്ഷെ അതൊരു 10-12 വർഷം കഴിയുമ്പോഴാണ് ആൾക്കാർ അത് അത്രയും ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ആ സിനിമകൾ എന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന അപ്പോഴാണ്. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ ഫോർ ദ പീപ്പിൾ, അതിൻ്റെ ലജ്ജാവതിയെ എല്ലാം ഇപ്പോഴും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. എപ്പോൾ വരും ആ കൊമേഴ്ഷ്യൽ പടങ്ങൾ? ഇതും തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ സിനിമയാണ് ശാന്തമി രാത്രിയിൽ. പിന്നെ കൊമേഴ്ഷ്യൽ ഇൻ ദ സെൻസ് നമ്മൾ ഞാൻ പറയുന്നത് ടെംപ്ലേറ്റ് സാർ, നോർമൽ. ഇത് നോർമൽ അല്ലെന്നാണ് പറയുന്നത്. നോർമലാണ്. ഞാൻ പറയുന്നത് പരീക്ഷണം ഇല്ലാത്ത, പരീക്ഷണങ്ങളേ ഇല്ല. അതായത് നിങ്ങൾ പറയുന്നത് സൂപ്പർ സ്റ്റാർ വേണം. സൂപ്പർ സ്റ്റാർ വേണമെന്നില്ല. അപ്പൊ ഫോർ ദ പീപ്പിളിൽ എവിടെ സൂപ്പർ സ്റ്റാർ? അല്ല, പിന്നെ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് മതി. ഒരു യൂണിക് തോട്ട് വേണം സാർ, ഫൈറ്റ് വേണം. ഡിഫറെന്റ് തോട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. വിത്ത് ഓൾ കൊമേഴ്ഷ്യൽ എലമെന്റ്സ്. അതെ, അപ്പം ഇതൊരു ഡിഫറെൻറ്റ് തോട്ടാണ് ശാന്തമി രാത്രിയിൽ. അതിൻ്റെ ആ നമ്മൾ എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്, അതായത് പ്രേക്ഷകൻ അതിൻ്റെ ഏതോ ഒരു എലമെൻ്റ് അവനെ സ്പർശിക്കുന്നു, അവിടെയാണിത് എക്സ്പ്ലോഡ് ചെയ്ത് ഹിറ്റാകുന്നത്. അത് നമ്മൾ അതുവരെ ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് അവരിഷ്ടപ്പെടുമായിരിക്കും. ഏതെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ട്, അത് ഫോർ ദ പീപ്പിളാണുള്ളത്. സൂപ്പർ ഹിറ്റായിട്ടുള്ള പടങ്ങളിലൊക്കെ ഉണ്ട്, അതേപോലെ സൂപ്പർ ഫെയിലിയറായ പടങ്ങളിലും അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരീക്ഷണം തുടർന്നുകൊണ്ടേ ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം പരീക്ഷണം അത് ശരിക്കും അതൊരു എനർജിയാണ്. കാരണം പുതിയ ആക്ടേഴ്സ്, പുതിയ തീം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൺവെൻഷനലായിട്ട് നമ്മളൊരു സേഫ് സോണിൽ മാത്രം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്താ, സർവൈവൽ മാത്രമല്ല, അപ്പോൾ വേറെ ഏത് ജോലി ചെയ്താലും ആ സർവൈവൽ കിട്ടും. പക്ഷേ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരുപാട് സെറ്റ് ബാക്ക് ഉണ്ട്. നമുക്ക് പേഴ്സണലി നമ്മളെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മളങ്ങ് സൂപ്പർ ഫ്ലോപ്പ് ഒക്കെ താങ്ങാനുള്ള മിക്കവാറും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലെ പ്രൊഡ്യൂസേഴ്സ്, സപ്പോർട്ടേഴ്സിന് അവരോട് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അത് നമ്മളെയും ബാധിക്കും, നമ്മുടെ ലൈഫിൻ്റെ സ്റ്റൈലിനെയൊക്കെ ബാധിക്കും. ബട്ട് സ്റ്റിൽ വീണ്ടും നമ്മൾ ശ്രമിക്കുകയാണ് ഓരോന്നും. അപ്പോൾ എല്ലാം നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും ഫിനാൻഷ്യലി അഫക്റ്റ് ചെയ്യുന്നുള്ള ഉറപ്പ് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ അതിനൊക്കെ സബിതരൊക്കെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഈ ഒരു ഡ്രൈവാണല്ലോ നമ്മൾ. സക്സസ് മാത്രമല്ല, ടോട്ടൽ എക്സ്പെരിമെൻറ്റിലാണ് ലൈഫ്. പണ്ടൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്, അതായത് സ്വന്തം പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള ഭാര്യ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഉള്ള ഭാര്യ ഇപ്പോൾ ഇരിക്കുന്ന ഭാര്യയെ കണ്ടത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ ഒന്ന്, അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് ലവ് എന്നുള്ള ഫീൽ അല്ല എനിക്ക് അവിടെ തോന്നിയത്. കാരണം ശരിക്കും നമ്മൾ ആ അന്തരീക്ഷം, ഞാൻ പലപ്പോഴും ഈ MTയുടെ മരണസമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അത്. കാരണം MTN കഥകളിലൂടെ കോട്ടയംകാരനായി എനിക്ക് കിട്ടുന്ന ഒരു ലോകം, ഈ ഭാരതപ്പുഴയും സർപ്പക്കാവും നാലുകെട്ടും ഒക്കെ ഉള്ള ഏതോ ഒരു, ഒറ്റപ്പാലം എന്ന് മാത്രമല്ല, ഏതോ ഒരു ലോകം ഞാൻ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നൊരു ഫീലുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ കഥകളോടൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ എങ്ങനെ എത്തിപ്പെടും, എവിടെ ലൊക്കേഷൻ നോക്കിയാലും ഞാൻ പൈതൃകത്തിലായാലും സോപാനത്തിലായാലും ശരി, കുടുംബസമയം എല്ലാം ഞാൻ ഈ പുഴയോരത്തെത്തി. ഞാൻ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ പൈതൃകം ലൊക്കേഷനിൽ. അവിടെയും യാദൃശ്ചികമായിട്ട് ആനക്കര വടക്കത്തെ വീട് ഷൂട്ടിങ്ങിന് കിട്ടാതെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വീട് ഓൾട്ടർനേറ്റ് കിട്ടിയ വീടാണ് സബിതയുടെ വീട്. അന്ന് അവർ മുത്തശ്ശൻ്റെ എന്തോ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നു. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള പഴയ ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതുപോലൊരു സ്ഥലത്തു നിന്നൊക്കെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ആഗ്രഹിച്ചു. അപ്പോൾ അവിടെ അന്ന് കണ്ട ഒരു പെൺകുട്ടി എനിക്ക് ആപ്റ്റാണെന്ന് തോന്നി. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയത്. അത് ഞാൻ അന്ന് മാഡമിനോട് പറയുകയും ചെയ്തു. അങ്ങനെ മാഡമ്പ് പറഞ്ഞോളൂ, അത് ഇന്നിവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ മിക്കവാറും നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഇങ്ങനൊരു എനിക്കൊരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നീടത് അറിയിക്കുകയും പിന്നീടാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ അതൊരു നിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം ചിലതങ്ങനെയാണ്. നമ്മുടെ കണ്ടുമുട്ടുന്ന ഈ കഥാപാത്രങ്ങളെ പറ്റി ചോദിച്ചില്ലേ, ഇപ്പോൾ ദശാരണത്തിലെ മുത്തശ്ശനെ ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ കണ്ടു. ഇദ്ദേഹം ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുക. ഇതെല്ലാം നമുക്ക് പിന്നെ ഒറ്റാലിൽ നമ്മൾ ലൊക്കേഷന് അന്വേഷിച്ച് പോകുമ്പം
ഇതിൽ അഭിനയിക്കേണ്ട ആൾ നമ്മുടെ മുന്നിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ വരികയാണ്. ഒരു മാനിഫെസ്റ്റേഷനാണ്. എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിയോഗം സംഭവിക്കുന്നുണ്ട്, അറിയാതെ വന്ന് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. സബിതയുടെ ഞാൻ സബിത അന്ന് കണ്ടത് ആ ജനലിൽ കൂടെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഗ്ലാൻസ്, സബി പറഞ്ഞ കറക്റ്റാണ്. ആ നോട്ടം, അത് ഞാൻ അന്ന് അവിടെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇതാണ് എൻ്റെ വൈഫ് എന്ന്. അതായിരുന്നു മൊമെൻറ്റ്. വീണ്ടും കുറേ യുവാക്കളുടെ കഥ പറയാൻ വേണ്ടി വരുന്നു. ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ പ്രണയത്തിനകത്ത് ഇപ്പോൾ അന്ന് റിലേഷൻഷിപ്പ് എന്ന് മാത്രമാണെങ്കിൽ ഇന്നിപ്പോൾ സിറ്റുവേഷൻഷിപ്പുകളുണ്ട്, വെക്കേഷൻഷിപ്പ്, അതൊരു വെക്കേഷൻ മാത്രം പ്രണയിക്കുന്ന കുറച്ച് പേർ. അത് പക്ഷേ പ്രണയം അവസാനിച്ചു. അങ്ങനെ ഒരുപാട് ഷിപ്പുകളിലേക്കൊക്കെ ഇന്ന് പ്രണയബന്ധങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ശരിയും തെറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലേക്ക് നമ്മൾ എത്തുക, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സിനിമയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൊണ്ടുണ്ടല്ലോ. അതിലെത്രമാത്രം ശാന്തമീര അത്ര വിജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് അവരുടെ പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഈ ബട്ടർഫ്ലൈസിൻ്റെ പറക്കുന്ന ഒരു സ്പീഡാണ്. ഭയങ്കര സ്പീഡിൽ അത് നമുക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആണ്, പക്ഷെ അതേസമയം പെട്ടെന്ന് അതിൻ്റെ ലോങ്ങവിറ്റി കുറയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളിപ്പം അവർക്ക് എന്തായാലും ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു കമ്പാനിയൻ വേണം. ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കവിഞ്ഞൊരു ഒരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ട് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ആ ഒരു ആംഗിളിൽ എടുക്കുന്നു. പിന്നെ അവർ കോളേജോ അല്ലെങ്കിൽ സ്കൂളോ കഴിയുമ്പോൾ വേറൊരു പാർട്ട്ണറെ കിട്ടുന്നു. ആ ഒരു ലൈഫിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്കല്ല അവർ പോണത്. ഇതൊരു ലൈഫിൻ്റെ ഒരു പാർട്ട്, ഒരു ഫൺ എന്നുള്ളൊരു രീതിയിലാണ് പോണത്. അതിപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതിനെ ഒരു കുറ്റം പറയാനൊന്നും പറ്റില്ല. ശാന്തമീരാത്രിയിൽ അത് എത്രമാത്രം വന്നിട്ടുണ്ട്? ശാന്തമീരാത്രിയിൽ എന്ന് പറയുമ്പോൾ 2 കാലഘട്ടങ്ങളിലെ ഒരു ഇതാണ്. അതായത് 70s നടക്കുന്ന ഒരു പ്രണയത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു നൈർമല്യമുണ്ട്. അതിന് ആ ഒരു പ്രായത്തിലുള്ളവർ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു മിസ്സിങ്ങും എല്ലാം കൂടെ കണക്റ്റായി വരുന്നതാണ്. അതേസമയം ഈ 24 എത്തി നിൽക്കുമ്പോൾ പിള്ളേർ ഒരു ഫണ്ണാണ്, അവരുടെ ലൈഫ്, അവരുടെ ഒരു ജീവിത രീതി തന്നെ ഡിഫറെൻ്റാണ്. അവർ പഠിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ കാണുന്നു, അവരെ നമുക്ക് പാർട്ട്ണർ ആക്കാമെന്ന് തോന്നുന്നു. അതൊക്കെ ലൈഫ് ശരിയായില്ലെങ്കിൽ നമുക്ക് പിരിയാം, നമുക്ക് അടുത്ത ആളെ നോക്കാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഐഡിയ ആണ്. പക്ഷെ എവിടെയാണെങ്കിലും ഏത് കാലഘട്ടമാണെങ്കിലും പ്രണയം തന്നെയാണ്. അത് എത്ര മോഡേൺ ആയാലും എത്ര പഴയതായാലും അതിൻ്റെ ഒരു സ്റ്റൈല് മാറുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ പ്രണയം ഉള്ളിടത്തോളം കാലം ഒരു ആണിനായാലും പെണ്ണിനായാലും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ശാന്തമീരാത്രി എന്നുള്ള വരി വന്ന ഒരു കാര്യം അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് നമ്മൾ എത്രയോ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് യൂട്യൂബിൽ എത്ര എണ്ണം എടുക്കുന്നു, അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലെടുത്ത് ആദ്യ വരി എഴുതിക്കാൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ ഒരു പുഷ് കൊടുക്കേണ്ട വന്നു എന്നുള്ളത് വളരെ രസമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആളുകൾ എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ട് അവർക്ക് ഫീഡ് കൊടുക്കുന്നത്? ഇപ്പം എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഥ ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട് സാറിൻ്റെ അടുത്തുനിന്ന്. ജാസി ഗിഫ്റ്റിന് ആ സമയത്ത് ആരും അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല, അതായത് ശബ്ദവും കുറച്ച് അൺകൺവെൻഷനലാണ്. ഇവർക്കൊക്കെ കൊടുക്കുന്ന പുഷ് എങ്ങനെയാണ്? ഇവരെ എന്ത് പറഞ്ഞിട്ടാണ് അവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കും? ഞാൻ എപ്പോഴും ഈ യങ്സ്റ്റേഴ്സിൽ നിന്ന് അവർക്കുള്ള ക്വാളിറ്റി, അവരിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അപ്രോച്ചിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു ഫ്രീഡം കൊടുക്കാനാണ് ശ്രമിക്കാറ് എപ്പോഴും. അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ഫുൾ ഫ്രീഡം കൊടുത്തിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. ഇപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ ആദ്യം ഞാൻ ആ ശബ്ദമാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. അതെൻ്റെ ബീബൽസ് എന്ന് പറയുന്ന സിനിമ, ഹിന്ദി സിനിമ, നവരസങ്ങളിലെ ബീബൽസ രസമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സൗത്ത് പാർക്കിൽ പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ബ്രദർ മഹേഷ് പരിചയപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്ത് എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിൽ ഉപയോഗിച്ചിട്ടുള്ള 1-2 ശബ്ദം ഞാൻ ഇതാരുടെ ശബ്ദം? സാർ അത് എൻ്റെ തന്നെയാണ്, വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റാനല്ല, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തിന് ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ സിനിമയിൽ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് ആ ശബ്ദത്തിനോടൊരു ഹോണ്ടിങ് ഫീൽ തോന്നി. ആ ഹോണ്ടിങ് തന്നെയാണ് ഫോർ ദി പീപ്പിൾ ചെയ്യുന്ന സമയത്ത് സാബു ചെറിയനോട് ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസറോട് പറഞ്ഞു, നമുക്ക് ഒരു പുതിയ ഒരാളെ പരീക്ഷിക്കാം. അങ്ങനെ ജാസിക്ക് ഈ ഓഫർ കൊടുക്കുന്നത്. അപ്പോഴും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ജാസി ആയിരിക്കും പാടുന്നതെന്നുള്ളത്. ജാസി അറിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് ജാസി പാടുന്ന ആ ട്രാക്കുകൾ ജാസി വേറൊരു സിംഗറെ കൊണ്ട് പാടിക്കാൻ മദ്രാസിൽ പോയി. പക്ഷേ ഞാൻ ജാസി പാടിയ ട്രാക്ക് വെച്ചിവിടെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും പാട്ട് ഹിറ്റായി കഴിഞ്ഞു.
അതാണ് ബാക്കി എല്ലാ പാട്ടും ജാസ് കൊണ്ട് പാടിക്കാൻ തീരുമാനിക്കുന്നത് ആ മൊമെൻറ്റിലാണ്. അപ്പോൾ അതൊരു നമുക്ക് എങ്ങനെയോ അവരിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് അവരുണ്ടെന്ന് അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഗിരീഷിൻ്റെ കാര്യത്തിലും. ഗിരീഷ് എൻ്റെയും രഞ്ജിയുടെയും സുഹൃത്താണ്. അവിടെ ഞങ്ങൾ കോഴിക്കോട് പോകുന്ന സമയത്തൊക്കെ. അപ്പം രഞ്ജിയാണ് പറഞ്ഞ ഗിരീഷിനൊരു ബ്രേക്ക് കൊടുക്കണം ഇങ്ങനെ പറഞ്ഞ്. അപ്പം ഞങ്ങൾക്കൊരു വലിയ പടം കിട്ടുകയാണ്. ഞാനും മമ്മൂക്കയും ഒരു പ്രേംപ്രകാശൊക്കെ കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടം, അല്ലെങ്കിൽ രഞ്ജിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള പടം. അതിനപ്പോൾ ഇങ്ങനൊരു ബ്രേക്ക് കൊടുക്കാൻ പ്രൊഡ്യൂസർ സൈഡിൽ അത്രയും ബില്ലിങ് അല്ലായിരുന്നു. അപ്പം മമ്മൂക്കയാണ് ഇനിഷ്യേറ്റീവ് കൊടുക്കട്ടെന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയുകയോട് ചെയ്തപ്പം ഓക്കെ. ഗിരീഷിന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും കൂടുതൽ ഒരു ഇതിലേക്ക് വരുന്നത്, ലൈം ലൈറ്റിലോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം തന്നെ 6 പാട്ട് കമ്പോസ് ചെയ്യുകയും ചെയ്തു ഗിരീഷ്. അങ്ങനെ SP അത്ര എളുപ്പത്തിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത്. അത് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചാണ്. അങ്ങനെ കമ്പോസിങ് കഴിഞ്ഞതിന് ശേഷം ഗിരീഷ് പോയി ഒരു പാട്ട് എഴുതിയിട്ട് വരാൻ പറഞ്ഞ് വിട്ട് ഗിരീഷിനെ കാണുന്നില്ല. ഞങ്ങൾ രാത്രി ഇപ്പോൾ രാവിലെ എഴുതിത്തരും എന്നുള്ള ഫീലിലിരിക്കുക. രാവിലെ എന്നപ്പോഴും ഒന്നും എഴുതിയിട്ടില്ല. എന്നോട് പറഞ്ഞു എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും എടുക്കാൻ പറഞ്ഞു. കുറേ സഞ്ചിയും കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നേരെ കൊണ്ടുപോയി. അങ്ങനെ ഭരണി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഗിരീഷിനോട് പറഞ്ഞു ഒരു വരി എഴുതിയിട്ട് വരാൻ പറഞ്ഞു. വേറെ ഒന്നും എഴുതണ്ട, ഗിരീഷ് ഒറ്റ വരി എഴുതിയാൽ മതി. അങ്ങനെ ഗിരീഷ് പോയി അവിടുത്തെ ഗാർഡൻ, ഭരണി സ്റ്റുഡിയോയുടെ അപ്പുറത്തുള്ള ഗാർഡനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് സംശയത്തോടെ ചോദിച്ചു, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോവാ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിമനോഹരമായിരിക്കുന്നു. രഞ്ജിയും പറഞ്ഞു ഗംഭീരമായിരിക്കുന്നു, ബാക്കി എഴുതാൻ പറഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, വിതിൻ 1 hour ഫുള്ള് പാട്ട് എഴുതിക്കൊണ്ടുവന്നു. അത് ആ തുടക്കത്തിലുള്ളൊരു എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, അത്രേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് പിന്നെ ഫ്ലോ ആയിരുന്നു. പിന്നെ അതിലെ ബാക്കി പാട്ടുകളൊക്കെ പെട്ടെന്ന് എഴുതിയത്. പിന്നെ അങ്ങോട്ട് ഗിരീഷിൻ്റെ ഒരു കാലമായിരുന്നല്ലോ. പ്രഭുദേവായിരുന്നു അത് കൊറിയോഗ്രാഫർ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ത്രില്ലൊക്കെ ഭയങ്കരമായിരുന്നു. ഒരു മമ്മൂക്ക ഡാൻസ് ചെയ്യണം, മമ്മൂക്ക ഡാൻസ് ചെയ്ത് കണ്ടു. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു. ഇപ്പോഴും അതിൻ്റെ ഫീല് നിലനിൽക്കുകയാണ്. ശാന്തമീ രാത്രിയുടെ ത്രില്ല്. ലാലേട്ടൻ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ തിയേറ്റർ മുഴുവൻ ഇളകി കൈയടിക്കുകയാണ്. പാട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ ഓരോന്നും അതിൻ്റെ ഒരു നിയോഗം പോലെ വരും. ഞാനങ്ങനെ കാണാറില്ല ഇതിനൊക്കെ. ഇപ്പം പ്രഭുദേവയുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഈ കൊറിയോഗ്രഫി അതിഗംഭീരമാണ്. ഇത്ര സിമ്പിളായിട്ടാണ് ആ മൊമെൻറ്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഒരു കോമ്പോസിഷൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ മദ്രാസിൽ ഇതുണ്ടല്ലോ മൗണ്ട് റോഡ്, ഏറ്റവും തിരക്കുള്ള റോഡ്, രാത്രിയിൽ അത് ബ്ലോക്ക് ചെയ്ത് ലൈറ്റപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഡാൻസ് പുറത്ത് നോക്കി. അപ്പോൾ ഒരുപാട് ഹ്യൂമിലിയേഷൻ ഉണ്ട്. സിറ്റുവേഷൻ വൈസ് ഭയങ്കര പ്രഷേർഡാണ്. എന്നാലും നമുക്ക് അത് തീർക്കണം, ഇന്നും നാളെ കൊണ്ട് തീർക്കണം. പിറ്റേന്ന് ഇവിടെ AVM സ്റ്റുഡിയോയ്ക്കകത്താണ്. പക്ഷേ AVM സ്റ്റുഡിയോയിൽ ലാസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ നേരം വെളുത്ത് അവിടെ എഡിറ്റേഴ്സൊക്കെ വന്നു തുടങ്ങി. അവർ വരുന്ന പുറകിൽ കാണാം. കാരണം വെളിച്ചം നമുക്കറിയാൻ പറ്റും. അന്ന് ഗ്രേഡിങ്ങൊന്നും അത്രയും പറ്റില്ലല്ലോ. കുറച്ച് വെളുത്ത് തുടങ്ങി. അപ്പോഴേക്കാണ് കുറച്ച് ഭിക്ഷക്കാരുടെ കൊറിയോഗ്രാഫിക്ക് അന്നേരം എടുത്ത്. അപ്പോൾ നമുക്കടെ കഴിഞ്ഞ് വിട്ടു. ഇപ്പം നമ്മൾ സാറ് കാണാറുണ്ടോയെന്ന് അറിയില്ല, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ വരാറുണ്ട് സാർ. ഒരാൾ ഗെറ്റിംഗ് റെഡി, രാവിലെ എഴുന്നേറ്റ് ഗെറ്റ് റെഡി ആവുന്നതിൻ്റെ റീൽസ് വരും ഈ ഫോറിനിലൊക്കെ. അതുപോലെയാണ് മമ്മൂക്കയുടെ ഇൻട്രോ ഷോട്ട്. അത് വരുന്നു, ഒരു കൗബോയ് ക്യാപ്പ് വയ്ക്കുന്നു, മറ്റേ നൈഫും ഫോക്കും എടുത്തിട്ട് കട്ട് ചെയ്യുന്നു, കഴിക്കുന്നു. നമുക്ക് കൊതി വരും. നമുക്ക് കൊതി വരും. ആ ഷോർട്സ് ഒക്കെ ആണ് നമുക്ക് കൊതി വരും. എങ്ങനെയപ്പോൾ അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വൈൽഡ് വെസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. വൈൽഡ് വെസ്റ്റ് ആ ഒരു എക്സ്ട്രീമാണ്. അങ്ങനത്തെ ഉള്ളൊരു ലൈഫും ഏറ്റവും മോസ്റ്റ് മോഡേൺ യൂത്തിൻ്റെ ഇപ്പോഴത്തെ വൈബ്രൻറ്റ് ലൈഫും എനിക്കിഷ്ടമാണ്. പബ്ബും ഒക്കെ ചേർന്നിട്ടുള്ള ഈ മദ്യപാനം എന്നുള്ളതല്ല. മദ്യപാനം അതിൻ്റെ ഒരു സൈഡിലുണ്ടാവാം. പക്ഷേ അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു ത്രില്ലിങ് ഒരു ഫീലാണ് നൈറ്റിൻ്റെ. അതാണ് അതിന് മിലേനിയം സ്റ്റാർസിലുണ്ട് ഇതുപോലെ. ഈ മറ്റേ മാലിക്യൂൻസ് ഒക്കെ പുറത്തുനിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ആ നൈറ്റ് ലൈഫിൻ്റെ ഒരു ഡ്രീമുണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ തെരുവുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫ്രീഡമാണ്. അതൊരു തരത്തിൽ വഴിതെറ്റലല്ല, ഫ്രീഡം. ഇപ്പോഴാണ് പിന്നീട് വേറെ രീതിയിലൊക്കെ വരുന്നത്. പക്ഷേ ആ ഫ്രീഡം, പിന്നെ അതേപോലെ കൾച്ചറിൻ്റെ, നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ വാല്യൂസിൻ്റെ ഏറ്റവും ഡെപ്തിലേക്ക് പോയിട്ട് ഇപ്പോൾ പൈതൃകത്തിലും ദേശാടനത്തിലും ഒക്കെ ഉള്ള
ആ തരത്തിലുള്ള വിഷ്വൽസും അല്ലെങ്കിൽ റിച്വൽസ് പെർഫെക്റ്റാണ്. നമ്മൾ പൈതൃകം ഷൂട്ട് ചെയ്യുമ്പോൾ യാഗശാല അതിൻ്റെ മെഷർ തന്നെ ഇട്ട് യാഗശാല ഇട്ട് ആ കണക്കിലിട്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഇഷ്ടിക ചിതിയൊക്കെ ഉണ്ടാക്കിയത് ഒറിജിനലാണ്. അതിൻ്റെ അകത്തുള്ള ഉപയോഗിച്ചിട്ടുള്ള ഹോമത്തിന് ഉപയോഗിച്ച ദ്രവ്യങ്ങളും അതിൽ പാത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അതിനു വേണ്ടി. അത് കണക്ക് തെറ്റിയിട്ടില്ല. അത് ചെയ്യുമ്പം യഥാർത്ഥത്തിൽ മഴയും പെയ്തു. പക്ഷെ അതൊന്നും ഈ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സ് ഏത് എക്സ്ട്രീം ആയാലും നമുക്കിഷ്ടമാണ് തോന്നുന്നത് അതിനോട്. ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ ചൂസ് ചെയ്യും, നമുക്കിഷ്ടമാണ് തോന്നുന്നത്. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം എങ്ങനെയോ മറ്റുള്ളവരുടെ ഇഷ്ടമായി മാറുകയാണ്. അതാണ് അതിൻ്റെ അകത്തൊരു സെലക്ഷൻ. അപ്പോൾ ചെയ്യുന്ന സിനിമകളിലും ഉള്ളൊരു എൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇപ്പം ജോണി വക്കറിൽ അവരുടെ കോസ്റ്റ്യൂംസ് അവരുടെ ഡ്രസ്സ് ഫ്രീക്ക്, അത് ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ചില സിനിമകളിലൊക്കെ നമ്മളത് കാണുമ്പോഴും ഈ 30 വർഷം ഇതിൻ്റെ ഇടയിൽ പോയത് നമ്മൾ അറിയുന്നില്ല. അല്ലേ? ഒരു ഓഫീസറിലെ വില്ലൻ ജോണി വക്കറിനെ വായിച്ചിരുന്നു, ഞാൻ കാണുകയും ചെയ്തിരുന്നു. ഇത് ചിലപ്പോൾ അത് യാദൃശ്യമായിരിക്കും, എന്നാൽ കൂടെ ആ അപ്പിയറൻസ് നമ്മൾ അന്നേ കൺസീവ് ചെയ്തു മനസ്സിൽ. അപ്പോൾ ഇതൊക്കെ നമുക്കതിനോടുള്ള ഒബ്സഷനാണ്, ഇഷ്ടം. ഞാനത് എപ്പോഴും നോക്കാറ്. അതിനാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കിഷ്ടം അല്ലാത്തത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റുള്ള ഇഷ്ടങ്ങൾ നോക്കി പോയിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഡിസാസ്റ്റർ ആയിട്ടുണ്ട്. ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സാറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഒരു 21-22 വയസ്സുള്ള പിള്ളേരാ? എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. പക്ഷേ ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളത് 25 വേണ്ട, ഒരു 10 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ വാച്ച് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ മോൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജെറൈൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മെൻ്റലി നമ്മളെപ്പോഴും യൂത്തായിട്ട് നിൽക്കും, യങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവരുടെ ഒരു ട്രെൻഡും അവരുടെ സംസാര രീതിയും ഇപ്പോഴത്തെ കുറേ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നത് ഇപ്പം മോനിലൂടെയാണ് അർത്ഥം മനസ്സിലാക്കുക. അല്ലാതെ നമ്മളിപ്പം സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ പിള്ളേരുടെ പടങ്ങൾ കാണുമ്പോഴും നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ അതാണ് അവരുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ സാറാണെങ്കിലും വാച്ച് ചെയ്യുന്നത് ഈ ട്രെൻഡ് സെറ്റേഴ്സാണ്. സെയിം ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ നമ്മൾ വാച്ച് ചെയ്യണം. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എല്ലാം വാച്ച് ചെയ്യണം. പക്ഷെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ യങ് ഗ്രൂപ്പാണ്. ഞാൻ എൻ്റെ മോൻ്റെ കൂടെയാണ് സിനിമ കാണാൻ. എല്ലാ സിനിമയും ഫസ്റ്റ് ഷോയ്ക്ക് അവൻ്റെ കൂടെ പോകും, ഞാനും പോകും. കാരണം എനിക്ക് ആ വൈബ്രൻസ് വേണം. അവൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടണം, അവൻ്റെ കൂടെ എനിക്ക് ഓടണം. സിന്നേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹോളിവുഡിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റ്. എനിക്ക് അന്ന് പോകാൻ പറ്റില്ല, അവൻ പോയി കണ്ടു, ഞാൻ ഇന്നലെ പോയി കണ്ടു. കാരണം ഈ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എവിടെ നിൽക്കുന്നു സിനിമ. ഇപ്പോൾ ഇതുണ്ട്, ഓസ്കറിന് വരുന്ന മുഴുവൻ പടങ്ങളും അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ അവൻ കാണും എല്ലാ പടവും. ഞാനും അവൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസങ്ങളും കാണും. ഞങ്ങൾ തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. എവിടെ നിൽക്കുന്നു സിനിമ, പഴയതിനെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ പിന്നെ പഴയ സിനിമകളെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുത്ത് പഴയത് ഇൻസിസ്റ്റ് ചെയ്ത് കാണണമെന്ന് പറയാറുണ്ട്. അവൻ എന്നോട് പുതിയതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എന്നിട്ടും നമ്മൾ ഓടുകയാണ് ഇപ്പോഴും. കാരണം അതാണ്, അത്രയും ചേഞ്ചസും വളരെ ഓഫ് ബീറ്റായിട്ടുള്ള തോട്ട്സും പുതിയ തലമുറ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓടിയേ പറ്റൂ. ഈ എസ്തറിനെ അവതരിപ്പിക്കാം നായികയായിട്ട്, അതൊരു അപകടം കൂടി ഉണ്ടല്ലോ. അതായത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ഒരാളെ നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ എപ്പോഴും അവരൊരു കുട്ടിയുണ്ട്, പിന്നെ അത് ബ്രേക്കായി വരാത്തിരി പണി. ആ ഷെല്ലിൽ നിന്ന് ഇപ്പോഴും പുറത്ത് വരാത്ത എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. അവരെ കണ്ടാൽ കുട്ടിയാണെന്ന് നമുക്ക് തോന്നും, കാരണം എത്രയോ പ്രായമുണ്ട്. എസ്തറിനെ ഒരു നായികയായിട്ട് അവതരിപ്പിക്കാം, ആ ചോയ്സ് എങ്ങനെയാണ്? അത് എനിക്ക് എസ്തറിൻ്റെ മുഖത്തെ ഇന്നസെൻസ് ആണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ 18 വയസ്സുള്ള 2 കുട്ടികൾ അറിയാത്ത പ്രായത്തിൽ ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ്. അപ്പം നമ്മൾ ദൃശ്യം കാണുമ്പോഴും അവളുടെ മുഖത്തുള്ള ഇന്നസെൻസ് ആണ് ഹോൾ ഫിലിമിൻ്റെ സോൾ. അവളെ ടോർച്ചർ ചെയ്യുമ്പോഴാണ് അറിയാതെ വിളിച്ച് പറഞ്ഞു പോകുന്നത്. അപ്പം ആ കുഞ്ഞിൻ്റെ അവൾ വലുതായപ്പോഴും ആ മുഖം മാറ്റമൊന്നുമില്ല, വലിയ മാറ്റമില്ല, ഭയങ്കര ഇന്നസെൻസാണ്. അത് തന്നെയായിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്കറിയാം ഈ പറഞ്ഞൊരു ഡെലിക്കേറ്റ് സിറ്റുവേഷൻ ഉണ്ട്. കാരണം ആ കുട്ടിയെ ഇപ്പോഴും ഇനി ദൃശ്യത്തിൻ്റെ അടുത്ത പാർട്ട് വരാൻ പോകുന്നത്, എങ്ങനെയാണ് അതിനെ അവരും കൺസീവ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം എന്തായാലും എനിക്ക് ആ മുഖം മതി. ഇവൻ്റെ 2 പേരുടെയും, ഗോകുലിൻ്റെ മുഖവും അവളുടെ മുഖവും ചേർത്ത് വെക്കുമ്പോൾ ആ ഇന്നസെൻസ് ഉണ്ട് ടോട്ടലി. സത്യമാണ്, ഇപ്പോഴും ഒരു പടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ക്യാൻസിന് അയക്കുക, അത് സെലക്ട് ആവുക എന്നുള്ളതാണ് വലിയ ആഗ്രഹം. അതൊരു വലിയ അംബീഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. യെസ്, ഇപ്പോഴും അതെ. അതും ക്യാൻസും ഓസ്കറും എൻ്റെ ഡ്രീമാണ്. അത് എന്തായാലും അച്ചീവ് ചെയ്യുന്നുള്ളത് തന്നെയാണ് എൻ്റെ
പൂർണ്ണ വിശ്വാസം. കുറച്ച് ആയില്ലേ അത്, ഇപ്പൊ റിജക്ഷൻ വരുമ്പോൾ അത് വേദനിപ്പിക്കുക, അത് ഡിസ്കറേജ് ചെയ്യുക? വേദനിപ്പിക്കും. ആ ഫോളോ എനിക്കിഷ്ടമാണ്. കാരണം ആ ഫോളിൽ നിന്നുള്ള അടുത്ത ജമ്പായിരിക്കും ഏറ്റവും അതിനേക്കാൾ അതുവരെ ചെയ്യാത്തൊരു സിനിമയുടെ പ്ലസ് പോയിന്റ്. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു സബ് കോൺഷ്യസിൽ ഞാൻ ആ ഫോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ആലോചിക്കാറുണ്ട് ചിലപ്പം. ആ ഡീപ്പ് ഫോളിൽ നിന്ന് ഞാൻ എന്തായാലും അതിശക്തമായിട്ട് മുകളിലോട്ട് ജമ്പ് ചെയ്യും, ഉറപ്പാണ്. അവിടെ ഒന്നും ക്രൈറ്റീരിയ ഇല്ല. ഒരു സിനിമയിലെ പൈസ ക്രൈറ്റീരിയ ഇല്ല, ആക്ടേഴ്സൊന്നും ക്രൈറ്റീരിയ ഇല്ല. എനിക്ക് ആ എനർജി മാത്രം മതി. MT സർ സ്വയം അങ്ങ് നിർദ്ദേശിച്ച ഡയറക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഡയറക്റ്റ് ചെയ്യേണ്ട ആഗ്രഹമുള്ള ആളുകളിൽ പ്രധാനിയാണ്. മനോരഥങ്ങൾ ഇതിലൊരു സെഗ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യുക. ഒരുപാട് പേരുടെ ഇഷ്ടം, അതായത് സാഹിത്യകാരുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയും ചിലപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു കഥ എടുത്തിട്ട് സാർ ഇനിയും ചിലപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കിയെന്ന് വരും. ഈ സാഹിത്യമായിട്ടുള്ള ഈ ഒരു ബന്ധമുണ്ടല്ലോ, അത് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സിന് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫുൾ ടൈം റീഡിങ് ഉള്ളൊരു വ്യക്തിയാണ്. അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും അപ്ഡേഷൻ നടത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ പഴയ റൈറ്റേഴ്സിൻ്റെ എല്ലാ പുസ്തകവും അത് മഹാത്ഭുതമാണ്. എനിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ബുക്സിൻ്റെ ഒക്കെ കട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതാവും. പക്ഷെ അങ്ങനത്തെ ബുക്സൊക്കെ ഇരുന്ന് വായിച്ച് നമ്മൾ വായിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. പക്ഷെ ജയരാജ് വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു സാധാരണക്കാരൻ വായിക്കുന്ന രീതിയിലല്ല അദ്ദേഹം വായിക്കുമ്പോൾ. ഫുള്ള് വിഷ്വലൈസ് ചെയ്യുന്നു. അതുപോലത്തെ ക്യാരക്ടർ എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളൊരു, ഇപ്പം MT ഒക്കെ എഴുതുമ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരംശം എന്തായാലും ജയരാജൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം ഈ വലിയ വലിയ എഴുത്തുകാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് വരാൻ കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കോട്ടയത്തിരിക്കുന്ന ആള് ഈ ഒറ്റപ്പാലം ആ ഏരിയ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് ആ കഥകളിലൂടെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഈ ജയരാജൻ എന്ന വ്യക്തി ആ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ജസ്റ്റ് ആ ഇമാജിനേഷനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആ പുസ്തകത്തിൻ്റെ വിവരണവും അത് വായിക്കുന്ന ആളുടെ ഒരു ആക്സെപ്റ്റൻസും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കറക്റ്റ് ടൈമിലുള്ളൊരു അസോസിയേഷൻ ആയിരുന്നില്ലേ മനോരഥങ്ങളിലെ? അത് അദ്ദേഹവും പോയി ഞങ്ങൾക്ക് വലിയൊരു മിസ്. കാരണം ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വൈശാലി കഴിയുമ്പം നല്ല ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ അദ്ദേഹമായിട്ടുണ്ടായിരുന്നത്. അപ്പം വൈശാലിയുടെ പല മൊമെൻറ്റ്സിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എനിക്കൊരു കഥ. പക്ഷെ ഞാൻ അടുത്ത ടേൺ ഞാൻ അതിന് ഉടനെ കിട്ടില്ല എന്ന് വിചാരിച്ചാണ് അടുത്ത എൻ്റെ വിദ്യാരംഭം മുതലുള്ള യാത്ര തുടങ്ങുന്നത്. പിന്നീടാണ് ഞാൻ വേറൊരു പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി എഴുതി വെച്ച സ്ക്രിപ്റ്റാണ്, വേണമെങ്കിൽ അദ്ദേഹം വേറെ ഏതോ സിനിമയൊക്കെയായിട്ട് പോയി, വേണമെങ്കിൽ ഇത് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അത്രയും പുള്ളിക്ക് കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു വലിയ മിസ്സായിരുന്നു. MTയുടെ ഒരു സിനിമ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ജീവിതം പൂർണ്ണമാവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഈ എന്നോട് എനിക്ക് മാത്രം കിട്ടിയ ഒരു ഓപ്ഷനാണ് ഇഷ്ടമുള്ള കഥ ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം മതി. കാരണം അത്രയും കാലാതീതമായ കഥ നമുക്ക് വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ. അപ്പം അത് ഞാൻ ചൂസ് ചെയ്തു. എനിക്കത് അതിനോട് നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. വാസുവേട്ടൻ കാണുകയും ചെയ്തു. അദ്ദേഹത്തിനും ഞാൻ വാസുവേട്ടനായി. അപ്പോൾ അദ്ദേഹം കാണുകയും ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതൊരു വലിയ ആഗ്രഹമാണ്. നമ്മളൊരു ഫിലിം മേക്കർ ആവാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രേരിപ്പിക്കുന്നു, ആ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഒരു കഥയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമാവില്ലല്ലോ. പെരിങ്കളിയാട്ടം എപ്പോൾ റിലീസാവും? ജൂൺ അവസാനം. അത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ അത് ജൂൺ അവസാനം റിലീസാണ്. ഇനിയൊരു നാഷണൽ അവാർഡ് ഫിനോമിന ആയിരിക്കും ആ സിനിമ? പെരിങ്കളിയാട്ടം കളിയാട്ടം പോലെ പൂർണ്ണമായും ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റഡ് അല്ല, കുറച്ചൊരു ആക്ഷൻ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് 75ാമത്തെ വർഷമാണ് സെവൻ സാമുറായിയുടെ, കുറസോവ ചെയ്ത സെവൻ സാമുറായിയുടെ 75ാം വാർഷികമാണ് ഈ 2025 എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. സെവൻ സാമുറായി എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. 7 തെയ്യങ്ങൾ, ഒരു ട്രിബ്യൂട്ടാണ്. അത്രേ ഉള്ളൂ.
ഇൻസ്പിറേഷൻ ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അർപ്പിക്കുന്ന ഒരു സിനിമയാണ് 7 സാമുറായിക്ക് വരെ 7 തെയ്യങ്ങൾ. അതാണ് കോൺസെപ്റ്റ്. എൻ്റെ അറിവിൽ നവരസയിൽ ഇതുവരെ ശൃംഗാരം ബാക്കിയുണ്ട്. ഞാൻ ഒരു ആഗ്രഹം ചോദിച്ചോട്ടെ, റൊമാൻറ്റിക്കായിട്ട് ഏറ്റവും നന്നായി അഭിനയിക്കുന്ന നടന്മാരിൽ പ്രധാനി ഉണ്ടല്ലോ ശ്രീ മോഹൻലാൽ, അദ്ദേഹവുമായിട്ടൊരു അസോസിയേഷനും ഇതുവരെ നടന്നിട്ടില്ല. സാധിക്കുമോ ശൃംഗാരം നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ശൃംഗാരത്തിൻ്റെ കഥ അല്ലെങ്കിൽ അതിൽ നമ്മൾ മുമ്പ് പറഞ്ഞ വിപ്രലംബവും സംഭോഗ ശൃംഗാരവും രണ്ടും ചേർന്ന് വന്നാൽ മാത്രമേ അതിന് പൂർണ്ണത വരുള്ളൂ. രണ്ടും വരണം. അങ്ങനെ ഒരു കഥ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്നത്. 2, മോഹൻലാലിനെ നായകനാക്കിയൊരു സിനിമ ചെയ്യണം എന്നുള്ള എല്ലാ മലയാളികളെ പോലെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് നല്ലതിനു വേണ്ടിയായിരിക്കും നടക്കാതിരുന്നത്. കാരണം ഇനിയും ഒരു എത്രയും വൈകുന്തോറും അത്രയും ഉത്തരവാദിത്തമുള്ളൊരു കഥാപാത്രം അല്ലെങ്കിൽ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയും ആ അസോസിയേഷൻ അത്രയും ചലഞ്ചിങ് ആവണം. അപ്പോൾ അതൊരു വലിയ കാത്തിരിപ്പാണ്. സാർ ഈ വിമർശനം കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ റെയിൻ കമ്മഗിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് കുറച്ചധികം ഷെയ്ക്ക് ചെയ്യിപ്പോയി, അത്രയും ഷെയ്ക്ക് വേണ്ടിയിരുന്നില്ല. അത് നമ്മൾ അറിയാല്ലേ, ആ വിമർശനം കേട്ടിട്ടുണ്ടല്ലേ? പിന്നെ കാരണം അത് എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. കാരണം ഞാൻ ആ ക്യാമറമാനെ ട്രസ്റ്റ് ചെയ്യാണല്ലോ. ഓക്കെ. നമ്മൾ പലപ്പോഴും റഷസ് ഒന്നും കാണില്ലല്ലോ. നമ്മളിത് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ കാണുമായിരുന്നു റഷ്. 2-ാം ദിവസം 3-ാം ദിവസം റഷ് കാണും. ഇത് റഷ് കാണുന്നില്ല. അപ്പം തൊട്ട് മുമ്പ് ചെയ്ത RD രാജശേഖർ എന്നുള്ള ക്യാമറമാൻ്റെ ആ ഷേക്കിംഗ് ഇമ്പാക്റ്റ് ഭയങ്കര രസമാണ്. ആ ഒരു ഫ്ലോ പോലെ വരുള്ളൂ. അത് ഇച്ചിരി സ്ലോ ആയാൽ അത് ഷെയ്ക്കാവും. പെട്ടെന്ന് പോയി വന്നാൽ ഷെയ്ക്കല്ല, ഒരു അനക്ക വരുള്ളൂ. ആ സ്പീഡ് കുറഞ്ഞതാണ് പറ്റിപ്പോയി. ഞാൻ വിചാരിച്ചത് അൺഅവെയർ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ല, എനിക്കറിയാം. എനിക്ക് അന്ന് ഞാൻ പടം കാണും ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമല്ലോ. നമുക്കും വിഷ്വലി ഡിസ്റ്റർബ് ചെയ്യും. ഷെയ്ക്ക് ചെയ്യുന്ന ഡിസ്റ്റർബ് ചെയ്യും. ആ സമയം ഷെയ്ക്ക് പോലും അറിയാതെ വന്നു പോയാൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു ആ രാജശേഖറിൻ്റെ ആ ഹോൾഡ് ഭയങ്കരമാണ്. ഒരു പിടിക്കാൻ അതിഗംഭീരമാണ്. സമാനമായിട്ടുള്ള ഒന്ന് പിന്നെ ഞാൻ കണ്ടത് പ്രേമത്തിലുണ്ടല്ലോ അങ്ങനെ കുറച്ച് ഷെയ്ക്കി ഷോട്ട്സ്. അപ്പം ഈ ഷെയ്ക്ക് ചെയ്യുന്ന സിനിമകളുണ്ട്. അതിന് ഇതിലും ഇപ്പം നമുക്ക് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാം. കാരണം റെയിൻ കമ്മഗിൻ്റെ അകത്ത് അവിടെ ആ ഒരു ഗോസ് വർഷിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അത് മിസ്റ്റേക്കാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പുതിയ സിനിമ, പുതിയ കാലഘട്ടത്തിൽ പ്രണയം സംസാരിക്കുന്നതിനോടൊപ്പം ഒരു ജയരാജ് ടച്ച് അത് പ്രകടമാണ്. എന്തായാലും ശാന്തമി രാത്രിയിൽ പ്രണയം സംസാരിക്കട്ടെ, ആളുകൾ കണ്ട് വിധി എഴുതട്ടെ. രണ്ടുപേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.